ഓറിയന്റൽ സഭയിലെ ഒരു വിഭാഗത്തിനെതിരെ കടുത്ത വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. ഓറിയന്റൽ സഭയിലെ ഒരു വിഭാഗം യാക്കോബായ സഭയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്നാണ് വിമർശനം. ഓറിയന്റൽ സഭകളുടെ രൂപീകരണം മുതൽ ഓർത്തഡോക്സ് സഭ അതിന്റെ ഭാഗമാണ്. തെറ്റായ കാര്യങ്ങളാണ് യാക്കോബായ വിഭാഗം പ്രചരിപ്പിക്കുന്നതെന്നും ഓർത്തഡോക്സ് സഭ വിമർശിക്കുന്നു. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ കുടുംബത്തിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ പുറത്താക്കി എന്ന വാർത്ത തികച്ചും സത്യവിരുദ്ധമാണ്. അങ്ങനെ ഒരു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ മീറ്റിംഗ് കൂടിയിട്ടില്ല. ഇത് മിഡിൽ ഈസ്റ്റിലുള്ള ചില പിതാക്കന്മാർ അന്ത്യോക്യയിലെ പാത്രിക്കീസിൻ്റെ സമ്മർദ്ദത്താൽ ചില തീരുമാനങ്ങൾ അവരെടുത്ത അന്ത്യോക്യൻ യൂണിവേഴ്സൽ സിനഡ് എടുത്ത ചില തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞതിനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, എന്താണ് ഇതിൽ വിമർശനം? അതിൽ വിശദീകരണം എന്താണ്? കഴിഞ്ഞ ദിവസമാണ് നിക്കാ സുനോദോസിന്റെ 1700-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കൈറോയിൽ ഒരു യോഗം ഈ ഓറിയന്റൽ സഭകൾ ചേർന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു സമാധാന ചർച്ചയിലേക്ക് ഇരുവിഭാഗത്തെയും ക്ഷണിക്കാനുള്ള നീക്കവും ആരംഭിച്ചിരുന്നു. കൈറോയിൽ വെച്ച് ഈ സമാധാന ചർച്ചകൾക്ക് ഇരുവിഭാഗത്തിന്റെയും കാതോലിക്കമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്ക് പാത്രിയാർക്കീസിനെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ വരുന്ന ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഓറിയന്റൽ സഭയിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള ചില സഭാ നേതാക്കൾ, സഭകളുടെ നേതാക്കൾ ഈ പാത്രിയാർക്കീസിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് പ്രത്യേകിച്ചും ഈ ഓറിയന്റൽ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും ഓർത്തഡോക്സ് സഭയെ പുറത്താക്കി എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നു. അത് ഈ 3 പേർ പാത്രിയാർക്കീസിന് അനുകൂലമായിട്ട് സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അത് വ്യാജ വാർത്തയാണെന്നാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ വിമർശിച്ചിട്ടുള്ളത്. പാത്രിയാർക്കീസ് ബാവയുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന ഈ ഓറിയന്റൽ സഭയിലെ ഒരു വിഭാഗമാണ് ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നത്. അത് ഈ ഓറിയന്റൽ സഭകളുടെ ഒരു കൂട്ടായ തീരുമാനമായി ഒരിക്കലും കാണാൻ സാധിക്കില്ലെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഓർത്തഡോക്സ് സഭയുടെ ചില കൂദാശകൾ വിലക്കുന്ന നിലപാടിലേക്ക് പാത്രിയാർക്കീസ് പോയി എന്നൊരു സൂചനയുണ്ടായിരുന്നു. അതും തെറ്റാണ്. പൂർണ്ണമായ അത്തരത്തിലുള്ള ഒരു വിലക്കും തങ്ങൾക്കില്ല. നിലവിൽ ഈ ഓറിയന്റൽ സഭകളുടെ രൂപീകരണ കാലം മുതൽ 64 മുതൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ. അതുകൊണ്ട് തന്നെ ആ ഓറിയന്റൽ സഭകളുടെ കൂട്ടായ്മ ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലുള്ള നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഈ സമാധാന ചർച്ചകളെ സ്വാഗതം ചെയ്യുമ്പോഴും രാജ്യത്തെ നിയമത്തിനനുസൃതമായിട്ടുള്ള ചർച്ചകൾക്ക് മാത്രമേ മുന്നോട്ടുള്ളൂ എന്നാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞു വെക്കുന്നത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.